ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ടൊമാറ്റോ ചട്നിയാണ്. വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഈ ടൊമാറ്റോ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ആ തക്കാളിയെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറുജീരകം ഇട്ട് കൊടുക്കാം. ഒരു 7 വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കാം. ഒരു 5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. നന്നായിട്ടിതൊന്ന് വഴറ്റാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലിട്ടിരുന്ന ഉഴുന്നൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. നമ്മൾ ആ തക്കാളി ഇടുന്നതിന് മുമ്പായിട്ട് ഉഴുന്നൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് ആ ടൊമാറ്റോ ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ ചട്നിയുടെ കൂട്ട് നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ചട്നിയുടെ കൂട്ട് നല്ലതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് അടിച്ചെടുത്തു. ചട്നി ഒരു പാത്രത്തിലേക്ക് എടുത്തു. ഇതിന് നമുക്കിന്ന് താളിച്ചും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തക്കാളി ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള തക്കാളി ചട്നി റെഡി ആയിരിക്കുകയാണ്. നല്ല സ്വാദാണ് ഈ ചമ്മന്തിക്ക്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.